ഐബ്രോസ് ആഷിഫ് നല്ലൂർ. നാട്ടിലെ താരങ്ങളെ തേടിയുള്ള യാത്രയിൽ ഇന്നത്തെ അതിഥികളായി നമ്മുടെ മുന്നിൽ എത്തിക്കുന്നത് ക്ഷീര കർഷകനും പാചക വിദഗ്ധനുമായ റഫീഖ് മൊയ്ൻ, അദ്ദേഹത്തിന്റെ ഭാര്യ ഹസീനയുമാണ്. കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ റഫീഖുമായിട്ട് സംസാരിക്കാം. ഹലോ, അസ്സലാമു അലൈക്കും. പിന്നെ ഈ മേഖലയിൽ ക്ഷീര മേഖലയിലും എത്തിപ്പെടാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് 20 കൊല്ലം മുന്നേ സൗദിയിൽ പോയിരുന്നു. പക്ഷെ ആദ്യം എനിക്ക് ഇതിനൊരു താല്പര്യം ഉണ്ടായിരുന്നു. എൻ്റെ ഉപ്പാൻ്റെ വീട്ടിൽ ഇത് തന്നെയാണ്, പശുവിനെ വളർത്തലായിരുന്നു. അതിൻ്റെ കൂടെ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം ഗൾഫിൽ പോയ സമയത്താണ് എനിക്ക് മെഡിക്കൽ പൊട്ടി. അപ്പം ഞാൻ തിരിച്ചു വരേണ്ടി വന്നു. അപ്പം ജീവിക്കാൻ മാർഗമില്ലാത്തത് കൊണ്ട് 2 പശുവിനെ വാങ്ങി. അതിൽ നിന്ന് പിന്നെ ഞങ്ങൾ 2 ആയി, 3 ആയി, 4 ആയി, 6 പശുക്കളായി. അങ്ങനെ ഓരോരോ പശു കൂടി വന്ന് 8 പശുക്കളായി. പിന്നെ അതിൻ്റെ കൂടെ കുക്കിങ്ങും പുറത്തുള്ള പണി, ഭക്ഷണം ഉണ്ടാക്കൽ, പാചകനാണ്. ഞാൻ പാചകം ചെയ്യാനും പോകും. പിന്നെ കല്യാണ പണി, സൽക്കാര പണി, A to Z നിങ്ങൾക്ക് എന്നാ വേണ്ട എല്ലാ ഭക്ഷണവും എനിക്ക് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ പിന്നെ വൈഫ് പറഞ്ഞു, ഞാൻ 1-2 കൂടി ഒരു വലിയ ആലയം എടുത്തിട്ട് നമുക്ക് പശുവിനെ വാങ്ങാം. പശുവിനെ 2 കൂടി വാങ്ങിയിട്ട് കുറച്ച് വലിയ ആക്കണം, അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അടുത്തുള്ള സ്ഥലം തന്നെ നമ്മൾ ആദ്യം വീട് വിറ്റ് വേറെ ഏതെങ്കിലും നാട്ടിൽ വേറെ വലിയൊരു ഫാമാക്കി എടുക്കാനായിരുന്നു ആഗ്രഹം. പക്ഷെ എൻ്റെ ഭാര്യ ഇല്ല, ഞാൻ ഈ സ്ഥലം ഞാൻ വിട്ടു വരില്ല, ഇതിന് തന്നെ നമുക്ക് ഇത് വാങ്ങാം. അങ്ങനെ വലിയ പൈസ കൊടുത്ത് 1.5 ലക്ഷം രൂപയോളം കൊടുത്ത് 7 സെന്റ് സ്ഥലം വാങ്ങി അതിലൊരു ആലി എടുത്തു. പഞ്ചായത്തിൽ നിന്ന് പൈസ കിട്ടീന്. പഞ്ചായത്തിന്റെ പ്രധാനമായിട്ടും പഞ്ചായത്തിന്റെ സഹകരണവും ഇതും കൊണ്ട് അതിൽ 10-12 പശുവോളം ഉണ്ടായിരുന്നു. അങ്ങനെ അൽഹംദുലില്ലാ നല്ല നിലക്കാണ് ഞങ്ങൾ പശുവിന്. ആദ്യം പശു തന്നെ ആയിരുന്നു, കുക്കിംഗ് കുറവാണ്. ഇപ്പാണ് ഞാൻ മെയിൻ കുക്കിംഗ് ആയത്. അപ്പം വെറും പശു തന്നെ ആയിരുന്നു. അതിൽ മക്കളെ പഠിപ്പിച്ചു, വീട് 2ാം നില എടുത്തു. അതെല്ലാം പശുക്കളെ കൊണ്ടും ഭാര്യന്റെ സപ്പോർട്ടാണ്, അല്ലാണ്ട് വെറുതെ എന്റെ മാത്രം ഞാൻ പറയില്ല. ഞാൻ ഇട്ടേച്ച് പോയാൽ ഓളിന്നെ മൊത്തം രാവിലെ പകലുന്നില്ല. അൽഹംദുലില്ല ഭാര്യയാണ് മൊത്തത്തിൽ, ഞാൻ തിരിഞ്ഞു നോക്കലില്ല. എല്ലാ ഇതും ഓളെ ഏറ്റെടുത്തു. കറവ് മെഷീൻ ഉണ്ട്. അപ്പം വലിയൊരു അധ്വാനം ഉണ്ടാവൂല എന്നുള്ള. പുല്ല് ഞാൻ പണിയില്ലാത്ത സമയത്തും പുല്ല് അരിയാൻ പോകും. അപ്പം വൈഫ് വന്നെടുക്കും. അങ്ങനെയൊക്കെ 2 ആൾ സഹകരിച്ചിട്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പൊ ആട് വളർത്തൽ എന്ന് വെച്ചാൽ വലിയ ലാഭമൊന്നുമില്ല. പക്ഷെ എന്താ വെച്ചാൽ എപ്പോൾ സ്വർണ്ണം പോലെ വീട്ടിൽ ഞങ്ങൾക്ക് ഇന്ന് വേണ്ടാന്ന് വെച്ചാൽ അതിന്റെ തൂക്ക കണക്കായി പൈസ കിട്ടും. ഇപ്പൊ 1000 രൂപ 1 കിലോ ഇറച്ചി. അപ്പൊ ഇന്ന് നമുക്ക് വേണ്ടാന്ന് വിചാരിച്ചാൽ അന്ന് നമുക്ക് വിളിച്ച് വിൽക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ആടിനെ വളർത്തുന്നത്. ആടിന് വലിയൊരു ചിലവോ കാര്യങ്ങളോ ഇല്ല. അതിന്റെ കൂടെ നമുക്ക് അറിയാനും തിരിയൂല. അതേപോലെ കോഴികളാന്ന് വെച്ചാൽ കോഴിക്ക് പുറത്തുള്ള ഭക്ഷണം നമ്മൾ തീറ്റ വാങ്ങണ്ട. പശുവിന്റെ എല്ലാ വേസ്റ്റുകൾ ഉണ്ടാവും. പിന്നെ വീടിന്റെ ഉള്ളിൽ വേസ്റ്റ് ഉണ്ടാവും. അങ്ങോട്ട് കുറച്ച് വേസ്റ്റ് കൊടുത്തിരും. അതിനായിട്ടൊരു തീറ്റ ചിലവ് നമുക്ക് വരുന്നില്ല. അപ്പൊ അതും ലാഭം തന്നെ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പോകുന്നത്. അപ്പം പിന്നെ കൂടുതലായിട്ട് മുന്നോട്ട് വരാം. ശേഷം നമ്മൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.